അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നതിനുള്ള ഒരുക്കുന്നത്? ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നല്ല ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. നിലവിൽ ഞങ്ങൾക്ക് ഏതാണ്ട് 10-ൽ താഴെ പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലും മാത്രമാണ് ഭരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പ്രധാന പ്രതിപക്ഷം. പക്ഷെ അതിൽ നിന്നും മാറിയിട്ട് ഇത്തവണ കൂടുതൽ പഞ്ചായത്തുകളുടെ ഭരണം BJP നേടും. അതേപോലെ നിരവധി മുനിസിപ്പാലിറ്റികളിലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിലും BJP NDA അധികാരത്തിൽ വരും. അതോടൊപ്പം നിലവിൽ ഞങ്ങൾക്ക് ആകെ കേരളത്തിൽ ജയിക്കാൻ സാധിച്ചത് 1600-1700 വാർഡുകളിൽ മാത്രം. പക്ഷേ ഇത്തവണ അതായിരിക്കില്ല സംഭവിക്കുന്നത്. ഗണ്യമായ സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം കാലികമായ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് BJP NDA അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. കാരണം വികസിത ഭാരതം എന്നുള്ള സങ്കല്പം നരേന്ദ്രമോദി കഴിഞ്ഞ 11 വർഷക്കാലത്ത് നടപ്പാക്കി. വികസനം, അതുപോലെ ജനക്ഷേമം, ഇതിലധിഷ്ഠിതമായിരുന്നു മോദിജിയുടെ ഭരണം. അതുപോലെ വികസിത ഭാരതത്തോടൊപ്പം തന്നെ വികസിത കേരളം അത് സൃഷ്ടിക്കണം എന്നുള്ള വലിയ ആഗ്രഹം സാധാരണക്കാരിലും യുവാക്കന്മാരിലും എല്ലാ വിഭാഗം ജനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. CPM-നെ കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും 68 വർഷം കൊണ്ട് അത് സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഈ 2 പാർട്ടികളെ ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 പാർട്ടികളുമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ മലയാളികളും ഈ 2 പാർട്ടികളെയും ഉപേക്ഷിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരിക്കും ആസന്നമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത. വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടിക കൃത്രിമത്തിലും അവരെന്ത് ചെയ്താലും CPM രക്ഷപ്പെടില്ല, കോൺഗ്രസും രക്ഷപ്പെടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അത്ഭുതകരമായ വിജയം ഉണ്ടാവും. ഇതിൻ്റെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026-ലും ഉണ്ടാകും. അതിനനുസൃതമായിട്ട് സംഘടനാ തലത്തിൽ രാഷ്ട്രീയമായിട്ടും ഞങ്ങൾ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും ഞങ്ങളുടെ വികസിത കേരള ടീം നിലവിൽ വന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, രാഷ്ട്രീയമായ പ്രവർത്തനം, സംഘടനാപരമായ പ്രവർത്തനം, വോട്ടർ പട്ടിക പേര് ചേർക്കുന്ന പ്രവർത്തനം, ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഈ കേന്ദ്ര പദ്ധതികൾ സർക്കാർ കൃത്യമായി കൊടുക്കുന്നില്ല, അതൊരു ആക്ഷേപമുണ്ട്. അങ്ങനെ ആക്ഷേപം നിലവിലുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ള പാവങ്ങൾക്കുള്ള സൗജന്യമായ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല. അതേ സമയത്ത് അതിൻ്റെ പണം വാങ്ങുന്നുണ്ട്.